വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി ആദ്യമായി കണ്ട നാൾ. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നേ ഒരു കോവയ്ക്ക മീൻകറി ഉണ്ടാക്കിയാലോ? അതിനായിട്ടേ ഞാനിപ്പോൾ ഒരു 10-20 കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീനിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉള്ളിയുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുളകിൻ്റെ നീളം നോക്കി, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാം കേട്ടോ. വിര പോലില്ലേ കാണാൻ. ഇതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, മീനിൻ്റെ അരപ്പ് നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മീനാകുമ്പോൾ പുളി വേണ്ടേ, അതുകൊണ്ട് 2 പുളി എടുത്ത് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. നമുക്കിനി മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ? ചട്ടി ചൂടാവട്ടെ കേട്ടോ. മീൻകറി മീൻസ് കോവയ്ക്ക മീൻകറി. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിക്കണേ. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടേ കടുവും ഉലുവയൊക്കെ നമുക്ക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടോ. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഉലുവയും ഇട്ടു. കടുകും ഉലുവയും പൊട്ടിക്കുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് 1 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത്, ഇഞ്ചിയൊക്കെ ഇച്ചിരി മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ നമുക്ക് ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ മതി. ഇത്രയാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇതിനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് വാടി വരട്ടെ. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയില്ലേ, അത് വെള്ളത്തോട് കൂടെ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. വേവട്ടെ നല്ലോണം. തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കിയാലോ? തിളയ്ക്കുന്നുണ്ടോ? കോവയ്ക്ക മീൻ കഷ്ണമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട, അടിപൊളി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇനി അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കോവയ്ക്ക മീൻകറി സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.